ശരിയാണ്, പത്മജയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ പറ്റിയില്ല. പത്മജയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു മുകുന്ദപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ. ഞാൻ പാർട്ടി വിട്ടുപോയ ഒരാളെ, ഇന്നലെ വരെ പാർട്ടിയോടൊപ്പം നിന്ന ഒരാളെ അധിക്ഷേപിക്കാൻ മുതിരുന്നില്ല. പരിഗണന കിട്ടിയില്ലെന്ന് പറയുമ്പോൾ 989 മുതൽ അടുപ്പിച്ച് 2004 വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും കോൺഗ്രസ് ചിഹ്നത്തിൽ ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ജനം ഒരു കുറ്റിച്ചൂലിന് താഴെയാണ് അവർക്ക് വില കൊടുത്തത്. പാർട്ടി വിട്ടതുകൊണ്ട് പറയുകയല്ല, പാർട്ടിയിലുള്ളപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. മുകുന്ദപുരത്ത് കെ കരുണാകരൻ ജയിച്ച മണ്ഡലം ഇവർ പരാജയപ്പെടുത്തി. ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്മജ ആക്കിയില്ല, ആക്കാമായിരുന്നു നിയമസഭയിൽ ജയിച്ചിരുന്നെങ്കിൽ. 991 മുതൽ 2011 വരെ ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ MLA ആയിരുന്ന മണ്ഡലമാണ് കൊടുത്തത്. 2016 തോറ്റു, 21 തോറ്റു. ഇനി എന്ത് പരിഗണന കൊടുക്കേണ്ടത്? അവർ കേരളത്തിൽ KPCC നിർവാഹക സമിതി അംഗമായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി. ഏറ്റവും ഒടുവിൽ 2 ആഴ്ച മുൻപല്ലേ, 2 ആഴ്ച മുൻപ് ഈ കേരളത്തിൽ എന്നെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും വലിയ സ്വപ്നമായ തെരുവിൽ തല്ലുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ അലോഷി, KSU പ്രസിഡന്റാണ്, KSUവിലൂടെ കടന്നു വന്ന ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ തെരുവിൽ തല്ലുകൊണ്ട ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്ന പദവിയാണ് കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി. ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ 2 ആഴ്ച മുമ്പ് വന്ന ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയില്ലേ? ഇനി പോട്ടെ, അങ്ങയുടെ ചോദ്യം പരിഗണിച്ച് പരിഗണന കിട്ടാത്തതിൻ്റെ പേരിലാണ് പത്മജ പാർട്ടി വിട്ടതെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് CPM-ൽ പോയില്ല? നിങ്ങൾ ചോദിക്കണം. കേരളത്തിലെ ഏറ്റവും കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം CPM അല്ലേ? അവർ CPM-ൽ പോയില്ലല്ലോ, അവർ BJP-യിലല്ലേ പോയത്. അവർ ആ BJP-യിൽ പോയ കാരണം എന്താ? ആ കാരണത്തിൻ്റെ പേരിൽ തന്നെയാണ് അവർ പാർട്ടി വിട്ടത്. BJP-യിലേക്ക് ആളുകളെ കൊണ്ടുവന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ. അതല്ലെങ്കിൽ ഇത് രാജസ്ഥാനും മധ്യപ്രദേശും ഒന്നും അല്ലല്ലോ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാൻ. കോൺഗ്രസ് വിട്ട് അവർ CPM-ൽ പോയിരുന്നെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് പേരിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാമായിരുന്നു. പരിഗണന കിട്ടിയില്ല, അവരുടെ ഏതെങ്കിലും പരാതി. ഇതൊന്നുമല്ല സർ, ഇതെന്താണോ BJP-യിൽ മറ്റ് സ്ഥലത്തുള്ള ആളുകൾ ചേരുന്നത് അതേ കാരണത്തിൽ തന്നെയാണ് പത്മജ ചേർന്നത് എന്ന് BJP-യിലേക്ക് ചേർന്നത് വഴി തെളിയിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ്റെ കൺസേൺ ശരിയാണ്. കോൺഗ്രസ് എപ്പോഴാണ് പൂർണ്ണമായി BJP-യിലേക്ക് പോവുക എന്ന് ചോദിക്കാം. കാരണം എന്താ? അദ്ദേഹത്തിന് ബംഗാളിലും ത്രിപുരയിലും അനുഭവമുണ്ട്. കാരണം അവിടെ നേതാക്കന്മാരല്ല, പാർട്ടി തന്നെ പാർട്ടി ഓഫീസോടെ രജിസ്ട്രേഷൻ പോലും മാറ്റിയില്ല. പാർട്ടി ഓഫീസിലേക്ക് BJP-യിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ആശങ്ക ഉണ്ടാകാം. ഒരു കാര്യം ഗോവിന്ദനോട് പറയാം, ഗോവിന്ദൻ്റെ പാർട്ടി ജ്യോതി ബസും നമ്പൂതിരിപ്പാടും ചേർന്ന് LK അദ്വാനിയോടൊപ്പം അത്താഴം കഴിക്കാൻ പോയപ്പോൾ, സഖ്യം ചേരാൻ പോയപ്പോഴും പോകാതിരുന്ന ഈ രാജ്യത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഗാന്ധിയുടെ ഘാതകരെന്ന് പറഞ്ഞ പ്രസ്ഥാനം, സംഘപരിവാർ പ്രസ്ഥാനത്തിന് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ചോദിച്ച് കൊടുത്ത തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ ഗോവിന്ദനും കൊണ്ട് സംസാരിക്കേണ്ട. അതുകൊണ്ട് അവർ ഈ BJP-യിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ കേരളത്തിൽ പടക്കം സുരേന്ദ്രൻ വാങ്ങുന്നതിന് മുമ്പ് വാങ്ങുന്ന ഗോവിന്ദനല്ലേ? BJP-യിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ സുരേന്ദ്രന് ആശങ്കയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ 6 മണി വരെ സുരേന്ദ്രനുമായിട്ട് അടുപ്പമുള്ളൊരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത് 6 മണി വരെ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. സുരേന്ദ്രൻ ഒരാളോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് ഇതേതോ ഫേക്ക് വാർത്തയാണെന്നാണ്. സുരേന്ദ്രൻ്റെ ഗതികേട് പോട്ടെ, ഞാൻ പറഞ്ഞത് സുരേന്ദ്രൻ്റെ പാർട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. BJP-യുടെ അവസ്ഥ കേരളത്തിൽ, അതാണ് BJP-യുടെ അവസ്ഥ. BJP-ക്ക് ഏറ്റവും സാധ്യതയുണ്ടെന്ന് അവർ കൊട്ടിഘോഷിച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ്. ഈ 4 സീറ്റിലും ഒരു BJP-ക്കാരനെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും പറ്റിയിട്ടില്ല അവർക്ക്, അല്ലേ? ശരിയല്ലേ? ഈ 4 സീറ്റുകൾ നിങ്ങളെടുത്ത് നോക്ക്. പ്രത്യേകിച്ച് 3 സീറ്റുകൾ, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ. ഈ 3 സീറ്റിൽ BJP-ക്കാരല്ല മത്സരിക്കുന്നത്, 3 സീറ്റിലും വരുത്തന്മാരാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആളുകൾ വരുമ്പോൾ സുരേന്ദ്രന് മുമ്പ് പടക്കം വാങ്ങിക്കാൻ പോകുന്നത് ഗോവിന്ദൻ. അതുകൊണ്ട് അത് ഞാൻ കണക്കാക്കത്തില്ല. കാരണം സുരേന്ദ്രൻ ആശങ്കയുണ്ട്. എപ്പോഴാണ് സുരേന്ദ്രന് പകരം ഇങ്ങനെ വരുന്ന ആരെങ്കിലും നാളെ പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ അയാളെ പിടിച്ച് BJP പ്രസിഡന്റാക്കിയ സുരേന്ദ്രൻ്റെ സ്ഥാനം പോവില്ലേ? സുരേന്ദ്രന് ആശങ്കയുണ്ട്. പക്ഷേ ഗോവിന്ദൻ്റെ കാര്യത്തിലും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനിശ്ചിതകാല നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതിനകത്ത് സർക്കാർ ഇപ്പോഴും കൊലക്കുറ്റം ചുമത്തുവാനോ മുഖ്യമന്ത്രി നിരന്തരമായി മുഖാമുഖം നടത്തുന്ന നല്ലൊരു ആങ്കർക്ക് കിട്ടി, മുഖാമുഖം പരിപാടി അവതരിപ്പിച്ച അവതാരകന് കിട്ടി. ഈ അവതാരകരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, ഇനി ഇങ്ങനെ കയർക്കുമ്പം നിങ്ങൾ ദയവ് ചെയ്ത് താൻ ആരുടെ ഉവേ താൻ പോടോ എന്ന് പറയാനുള്ള ആർജവും മാധ്യമപ്രവർത്തകരും അവതാരകരും കാണിക്കണം. നിങ്ങൾക്കൊപ്പം മലയാളം നടുവിൽ വെച്ചിരിക്കുക. അതുപോട്ടെ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഇപ്പോഴും മുഖാമുഖം കാണുന്ന മുഖ്യമന്ത്രി ആ കുടുംബത്തെ ഒന്ന് കാണാൻ തയ്യാറായിട്ടില്ല. ഒരു കാര്യം ഉത്തരവാദിത്വത്തോടെ പറയട്ടെ, ഈ കേസിനകത്ത് ആ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റവാളി കിങ് പിൻ
അക്ഷയ് എന്ന് പറയുന്ന പൂക്കോട്ട് കോളേജിലെ വിദ്യാർത്ഥി ഇന്നലെ രാത്രിയിൽ പോലും കുഞ്ചിത്തണ്ണിയിൽ MM മണിയുടെ സംരക്ഷണയിൽ, പഴയ SFIയുടെ ഒരു ജില്ലാ പ്രസിഡന്റ്, ഒരു ക്രിമിനൽ, അയാളുടെ സംരക്ഷണയിൽ MM മണിയുടെ ഒത്താശയോടുകൂടി ഇന്നലെ രാത്രിയിലും കുഞ്ചിത്തണ്ണിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് 1-2 പേർക്ക് വിവരം നമ്മൾ തന്നെ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റിസോർട്ടിൽ നിന്ന് മാറ്റാത്തത്. കുഞ്ചിത്തണ്ണിൽ റിസോർട്ട് കണക്കെയുള്ള ഒരു വീട്ടിൽ ഇപ്പോഴും MM മണിയുടെ സംരക്ഷണയിലാണ് ആ അക്ഷയുള്ളത്. നിരാഹാര സമരത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു കോസ് ഉണ്ട്. ആ കോസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ആ കോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും.